മോഹൻലാൽ ഒഴിഞ്ഞു പോയതിൽ സന്തോഷം എന്നൊക്കെയാണ് മല്ലിക സുകുമാരൻ പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ അടുത്ത ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ഷനിൽ ഈ ആരോപണ വിധേയരൊന്നും മത്സരിക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് മല്ലിക സുകുമാരൻ പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും, ആരെയാണ് ഇവിടെ മുന ചൂണ്ടി സംസാരിക്കുന്നത്? അതായത് പൃഥ്വിരാജിനൊരു വിഷയം ഉണ്ടായപ്പോൾ 2 തവണ പരസ്യമായും മാപ്പ് പറയുകയൊക്കെ ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അമ്മയിൽ മുൻപ്. അപ്പോൾ ആ മകനോടുള്ള ഒരു സ്നേഹം നിമിത്തം മല്ലിക പറഞ്ഞതാകാനാണ് സാധ്യത. അതായത് താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെ വിമർശിച്ചാണ് മുതിർന്ന നടി മല്ലിക സുകുമാരൻ രംഗത്ത് വന്നിരിക്കുന്നത്. ആരോപണ വിധേയർ മത്സരിക്കുന്നത് ശരിയല്ലെന്നാണ് മല്ലിക പറയുന്നത്. ചിലർ പുറത്തുപോയ ശേഷം തീരുമാനം മാറ്റുന്നത് തെറ്റാണെന്നും മല്ലിക പറയുന്നു. അമ്മയുടെ ആജീവനാന്ത അംഗമായ മല്ലിക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്വകാര്യ ചാനലിനോടാണ്. മോഹൻലാൽ അമ്മയുടെ തലപ്പത്ത് നിന്ന് മാറിയതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും മല്ലിക പറയുന്നു. ബാബുരാജ് ആയാലും എൻ്റെ മക്കളായാലും തെറ്റ് ചെയ്തുമെന്ന് പരസ്യമായ ഒരു ആരോപണം വന്നാൽ എന്താണ് സംഭവമെന്ന് മറ്റുള്ള അംഗങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നുമാണ് മല്ലിക പറയുന്നത്. ആരോപണം നേരിടേണ്ടി വന്നവരോട് വിശദീകരണം ചോദിക്കുന്നത് മുമ്പും ഉണ്ടായിട്ടുണ്ട്, മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം ഇവിടെ കിടപ്പുണ്ട്. 20-21 വയസ്സുള്ള എൻ്റെ മകനെ 2 സ്ഥലത്ത് വിളിച്ചു വരുത്തി ഖേദം പ്രകടിപ്പിച്ചില്ലേ എന്ന് വളരെ വികാരനിർഭരമായി ചോദിച്ചു. എവിടെ പോയി ആ ശക്തമായ നിലപാടുകളൊക്കെ എന്നാണ് മല്ലിക ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഭവത്തിൻ്റെ പുറത്ത് ദിലീപ് മാറിപ്പോയി. ദിലീപ് എല്ലാവർക്കും പ്രിയപ്പെട്ട നടനായിരുന്നു. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് കോടതി തീരുമാനിക്കട്ടെ എന്നും മല്ലിക പറയുന്നു. ബാബുരാജ് ആയാലും എൻ്റെ മക്കളായാലും തെറ്റ് ചെയ്തു എന്ന് പരസ്യമായ ഒരു ആരോപണം വന്നാൽ എന്താണ് സംഭവമെന്ന് മറ്റുള്ള അംഗങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നുമാണ് ഇവിടെ മല്ലിക സുകുമാരൻ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. ശരി, എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇവിടെ ഇത് പാടില്ല, ഇവർ മാറി നിൽക്കുന്നുവെന്ന്. അങ്ങനെ പ്രഖ്യാപിച്ച ശേഷം ഇങ്ങനെ ഒരു തിരുത്തൽ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ലെന്നും അത് സംശയാസ്പദമാണെന്നും മല്ലിക പറയുന്നു. അതേസമയം മോഹൻലാൽ മാറിയതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. എന്തിനാണ് അത്രയും വലിയൊരു താരം ഈ കുരിശെടുത്ത് തലയിൽ വെച്ചതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടെന്നും പറയുന്നു. അത് കുരിശായിട്ടാണ് അമ്മയെ പറയുന്നത്. മാധ്യമങ്ങളിൽ വന്നു, അമ്മ മീറ്റിങ്ങിന് വിളിച്ചു, സിദ്ദീഖ് രാജിവെച്ചു, അങ്ങനെ എന്തൊക്കെ സംഭവിച്ചു ഇവിടെ. അതെല്ലാം സംഭവിച്ചിട്ട് അതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ റീ അറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. നമ്മളൊരു തീരുമാനമെടുത്ത് അത് പ്രകാരം 1-2 പേർ പുറത്തു പോയ ശേഷം ആ തീരുമാനം മാറ്റുന്നത് ശരിയല്ലെന്നുമാണ് മല്ലിക പറയുന്നത്. അപ്പോൾ ശക്തമായ എതിർപ്പാണ് ഇവിടെ മല്ലിക പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം അമ്മയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വലിയ തർക്കങ്ങൾ വന്നു. അതായത് ആരോപണ വിധേയർ വന്നതിൻ്റെ ഫലമായിട്ടാണ് പകുതി വെച്ച് അഡ്ഹോക് കമ്മിറ്റിക്ക് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായി ഇവിടെ മല്ലിക സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ദിലീപ് വിഷയവും എടുത്തിടുന്നുണ്ട്. 21 വയസ്സുള്ള തൻ്റെ മകനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഇനി പ്രധാനമായും ഇത് ഇലക്ഷനാണ്. ആരാകും മോഹൻലാലിൻ്റെ പിൻഗാമി എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ കോലാഹലങ്ങളും സമാനതകളില്ലാത്ത സാഹചര്യത്തിലേക്കാണ് താരസംഘടനയായ അമ്മയെ എത്തിച്ചത്. ഇപ്പോഴിതാ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി 6 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവരാണ് പത്രിക നൽകിയത്. മത്സര രംഗത്തുള്ള ഏറ്റവും സീനിയർ അംഗങ്ങൾ ജഗദീഷും ദേവനുമാണ്. 1994 അമ്മ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഏറെക്കാലത്തിന് ശേഷമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യ ഭരണസമിതിയിൽ MG സോമൻ പ്രസിഡന്റും TP മാധവൻ സെക്രട്ടറിയുമായിരുന്നു. 1997 മുതൽ 2000 വരെ നടൻ മധു പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു. 2000 മുതൽ 2018 വരെയുള്ള ദീർഘകാലം ഇന്നസെൻ്റ് ആയിരുന്നു അമ്മയുടെ പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ 2018 മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ വിവാദങ്ങളും തുടർന്നാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയായിരുന്നു. സംഘടനാ ഭാരവാഹികളും അംഗങ്ങളും നിർബന്ധിച്ചെങ്കിലും താരസംഘടനയുടെ തലപ്പത്തേക്ക് ഇനി ഇല്ലെന്ന് മോഹൻലാൽ നിലപാടെടുത്തതോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. അമ്മയിൽ തലമുറ മാറ്റം വരണമെന്നും നേതൃനിരയിലുണ്ടായിരുന്ന മുതിർന്ന നടന്മാർ പലതവണ അഭ്യർത്ഥിച്ചെങ്കിലും പ്രമുഖ യുവനടന്മാർ ആരും മുന്നോട്ട് വന്നില്ല. കുഞ്ചാക്കോ ബോബനെ പ്രസിഡന്റാക്കാൻ എല്ലാവരും ക്ഷണിച്ചു, പക്ഷേ കുഞ്ചാക്കോ ബോബന് താല്പര്യമില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുഞ്ചാക്കോ ബോബന് അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോയ് മാത്യു നൽകിയ പത്രിക തള്ളിയിരിക്കുന്നു. ജഗദീഷ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതിനാൽ നാമനിർദ്ദേശ പത്രികയിലെ ഡിക്ലറേഷനിൽ ഒപ്പിടാതിരുന്നതാണെന്നാണ് ജോയ് മാത്യുവുമായി അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ജോയ് മാത്യുവിൻ്റെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല, രവീന്ദ്രൻ എന്നിവർ എല്ലാ സ്ഥാനത്തേക്കും പത്രിക നൽകിയിട്ടുണ്ട്. ഇനി പത്രിക പിൻവലിക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ചിലരൊക്കെ പിൻവലിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഏതായാലും ഒരു വലിയ മത്സരത്തിലേക്കാണ് കളമൊരുങ്ങുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ആരോപണങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു ആ സമയത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഇങ്ങനെ നിൽക്കാൻ, ഈ സ്ഥാനത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അതിനെ തുടർന്നാണ് രഞ്ജിത്ത് അടക്കം
ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചു. അതോടൊപ്പം അമ്മയിൽ ഇത് അഡ്ഹോ കമ്മിറ്റിക്ക് വിട്ടു. മോഹൻലാൽ മാറി. മറ്റ് അമ്മയിലൊന്നും നടന്നിരുന്നാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം, അമ്മ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കൈനീട്ടമുണ്ട്. ഇത് ഓരോ മാസവും ഇത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത രോഗികളായിട്ടുള്ള നടീനടന്മാർക്കൊക്കെ എല്ലാ മാസവും കൃത്യമായൊരു തുക കൈനീട്ടമായി നൽകുന്നുണ്ട്. ആ തുക കൊണ്ടാണ് മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സംഘടനയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ആരോപണ വിധേയരൊക്കെ വന്നപ്പോൾ അവരെല്ലാം മാറി നിൽക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞ് മാറി നിന്നുകൊണ്ട് ഒരു അഡ്ഹോ കമ്മിറ്റി കൊടുത്തു. പക്ഷേ അതിലേക്ക് ഇനി ഓഗസ്റ്റ് 15 മത്സരം നടക്കുകയാണ്. ഏതായാലും ദേവനും ജഗദീഷുമാണ് അതിലെ സീനിയർ ആയിട്ടുള്ള അംഗങ്ങൾ. പിന്നെ രവീന്ദ്രനൊക്കെ മത്സരിക്കുന്നുണ്ട്. ഏതായാലും ആര് വിജയിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഏതായാലും അമ്മ സംഘടനയിൽ ആര് വരുന്നു എന്നുള്ളത് അവരുടെ വോട്ടെടുപ്പ് അനുസരിച്ചിരിക്കും. അല്ലാതെ ഇപ്പോൾ പൊതുജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു സംഘടനയല്ല. അമ്മയിലുള്ള ഭാരവാഹികളെല്ലാം കൂടി ചേർന്നാണ് വോട്ട് ചെയ്യുന്നത്. അതിൽ ആർക്കായിരിക്കും കൂടുതൽ പിന്തുണ എന്നുള്ളതാണ് ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നസെന്റ് ഇത്രയും ദീർഘകാലം പ്രസിഡന്റായിട്ടിരുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാതെ സംഘടന മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ മോഹൻലാൽ ആയിരുന്ന സമയത്തും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു ആൾ വരണമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ദേവനും ജഗദീഷും ഒക്കെ യോഗ്യരാണ് അക്കാര്യത്തിൽ. കാരണം അവർക്കൊന്നും വലിയ ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഗണേഷ് കുമാറും മുകേഷും ഒക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ അതെ നേട്ടമായിട്ടും വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ഇതിൽ മത്സരിക്കണമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ രണ്ടുപേരും ഗണേഷ് കുമാറും MLA ആണ്, മുകേഷും MLA ആണ്. അപ്പോൾ അവർ മാറി നിൽക്കണമെന്നുള്ളൊരു തീരുമാനം വന്നിരുന്നു. പക്ഷേ ജഗദീഷ് മുൻപ് മത്സരിച്ചു, പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ ഗണേഷിനെതിരെയായിരുന്നു പത്തനാപുരത്ത്. അന്ന് ഗണേഷ് കുമാർ എതിരെ കോൺഗ്രസ്സിൽ ജഗദീഷായിരുന്നു, CPM-ലായിരുന്നു. അതായത് കേരള കോൺഗ്രസ് ബി CPM-ൻ്റെ ഭാഗമായി മത്സരിച്ച് ഗണേഷ് കുമാർ അവിടെ ജയിച്ചു. അന്ന് ഭീമൻ രഘുവായിരുന്നു BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച്. അന്ന് 3 താരങ്ങളായിരുന്നു പത്തനാപുരത്ത്. വലിയ മത്സരമാണ് കാഴ്ചവെച്ചത്. 3 പേരും നടന്മാരായതുകൊണ്ട് തന്നെ അവിടെ വലിയ താരനിര തന്നെ പ്രചരണത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇനി അമ്മയിൽ ആര് വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.